ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബീൻസ് മെഴുക്ക് പുരട്ടി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഒരു 5-6 അല്ലി മതിയാകും. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരയല്, ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഈ പരുവത്തിന് കിട്ടണം. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന സവോളയും കൂടെ ഒന്ന് നമുക്ക് അരയ്ക്കാം കേട്ടോ. സവാളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ്. പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ സവോള എടുത്തത് ഒരു കുഞ്ഞ് സവാളയുടെ അരപ്പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ് അതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴട്ടിയതിന് ശേഷം നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ബീൻസും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വെക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല മുരുമരാന്നിരിക്കും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇത് ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.